നമ്മുടെ സ്പെഷ്യൽ പെർഫോമൻസിനായി ഒരു 1 man ഷോയുമായി നമ്മുടെ വേദിയിലേക്ക് എത്തുന്നു ജീവൻ. ജീവൻ നമസ്കാരം. നമസ്കാരം. ജീവൻ എന്ത് ചെയ്യണു? ഞാനിപ്പോ ടൈൽസിന്റെ വർക്കാണ്. ഓക്കെ, അപ്പം കൂടെ ഈ കലാജീവിതം കൊണ്ടുപോകാൻ ടൈൽസിന്റെ ഒരു നിലയിൽ രണ്ടാമത്തെ നിലയിലേക്ക് സാധനം എടുത്തു കൊടുക്കാൻ എളുപ്പമാണ്. പിന്നെ ബാത്റൂമിന്റെ ഒക്കെ ഫ്ലോർ ഒട്ടിക്കുന്ന. ഓക്കെ ജീവൻ, അപ്പൊ എന്താണ് ജീവൻ ഇന്ന് നമുക്ക് വേണ്ടി തരാൻ പോകുന്ന സ്പെഷ്യൽ പെർഫോമൻസ്? ഞാൻ കുറച്ച് നടന്മാരുടെ സൗണ്ട് അനുകരിക്കും. അതിൽ ആദ്യം തന്നെ സൂര്യകൃഷ്ണ അദ്ദേഹത്തിന്റെ രാജമാണിക്യം എന്ന് പറഞ്ഞ സിനിമയിലെ അദ്ദേഹത്തിന്റെ ആ ഒരു ഡയലോഗ്, എന്റെ ജോലി എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കല, ആ പണി എടുക്കുമ്പോ ചിലപ്പോ കയ്യോ കാലോ ബേട്ടെടുത്ത് തട്ടിയത് മുട്ടിയത് ഇരിക്കും, പക്ഷേ അതിനൊക്കെ മറ്റേർത്തെ കണ്ട് കണ്ണീരൊലിപ്പിക്കുന്നത് അവളുടെ മനസ്സിലൊരു പതായത് കൊണ്ടാ. അതിനൊക്കെ പള്ളി കൊടുത്തിട്ട് പടിവാതിൽ പോലും കാണാത്തവൻ പരമതിച്ചു ബാപ്പ് കോപ്പതൊക്കെ പറഞ്ഞ് ആജാപിച്ച രമേശന്റെ പട്ടി പറയും ബാപ്പ്. സുരേഷ് കൃഷ്ണയുടെ ശബ്ദം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി എന്താ അടുത്തത്? അടുത്തത് രഞ്ജി പണിക്കർ സാറിന്റെ ആട് വണ്ണിലെ അദ്ദേഹത്തിന്റെ ആ ഒരു മനോഹരമായ ഒരു ഡയലോഗ് ഉണ്ട്, തോക്കുണ്ടാക്കുന്നത്. അതാണ് എന്റെ ഒരു മാസ്റ്റർ പീസ്. ഇപ്പൊ ഏത് സ്റ്റേജിൽ ചെയ്താലും. അപ്പൊ ജീവന്റെ മാസ്റ്റർ പീസ് ഇറക്കാൻ പോവാണ്. രഞ്ജി പണിക്കർ, മലയാളികളുടെ പ്രിയപ്പെട്ട തിരക്കഥാകൃത്ത് നടനും ഒക്കെ ആയ രഞ്ജി പണിക്കറിന്റെ ശബ്ദം. ഞാൻ തോക്കുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോ നീയൊക്കെ പറഞ്ഞു കുറെ ഉണ്ടാക്കുമെന്ന്. നോക്കടാ തോക്ക്, ഇനി ഇത് പൊട്ടുവന്നായിരിക്കും. ആ കൂമ്പലേക്ക് നോക്കോ, നിന്റെ കൂമ്പല്ലടാ ആ വാഴയുടെ കൂമ്പ്. എന്റെ കയറി വന്നിട്ട് എന്റെ പിള്ളേരെ പേടിപ്പിക്കുന്നോടാ നാറികളെ. അടിപൊളി, നന്നായിട്ട് ചെയ്തു അല്ലേ? ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ വില്ലൻ കഥാപാത്രമായിട്ട് വന്ന് നമ്മുടെ ഇപ്പൊ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുന്ന ബാബുരാജ്. ബാബുരാജ്. ഓക്കെ, 2 രാധാസ്. ശരി, ഓക്കെ. എന്റെ ശേഖരമാമേ വാഴയെന്ന് കേൾക്കുമ്പോ തന്നെ നമ്മുടെ മുന്നിലൊക്കെ കൊലയാ. വാഴ പിണ്ടി പിണ്ടി തോരൻ പിണ്ടി പെരുന്നാള് എല്ലേലും കുട്ടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. കൃഷ്ണേട്ടാ 2 രാധാസ്. 2 രാധാസിലാണ് നമുക്കത് അവസാനിപ്പിക്കാൻ. അതെ അതെ, ആ 2 രാധാസ് ആണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഇമേജ് തന്നെ മാറ്റിക്കളഞ്ഞ ഒരു സംഭവമായിരുന്നു. ഓക്കെ, അപ്പം ഇനി എന്താണ് അടുത്തത്? ശശി കലിംഗയുടെ ഒരു ശശി കലിംഗ. ഓക്കെ, പറയാനുണ്ട് ചേച്ചിക്ക്? അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എനിക്ക് ആമയിലെ ഡയലോഗാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ശശി കലിംഗ എന്ന് പറയുമ്പോഴേക്കും ചേച്ചിക്ക് വേണ്ടി ആമയിലെ ഡയലോഗ് അത് തന്നെയായിരുന്നു പറയാനിരുന്നത് അല്ലേ? സത്യം പറ. ഓക്കെ ശരി, അപ്പൊ ആമയിലെ ഡയലോഗ് കേൾക്കാം നമുക്ക്. ഇനി അങ്ങോട്ട് ഈ ഗീബർ തീസ്ബാൻഡ് നടത്തുന്നത് പള്ളിയല്ല, ഈ ചാറ്റപ്പന. അതിന് നീ എത്ര കാറ്റ് വേണമെങ്കിലും ഈ ചാറ്റപ്പൻ പുലിങ്കുതി പോലെ പൊട്ടിക്കും. എന്നോട് ഗീബർ ഗീസ് പുണ്യാലം പറഞ്ഞിട്ടാ. ശശി കലിംഗ, അതും പെർഫെക്റ്റ് ആയിരുന്നു. ഇനി എന്താണ് ജീവൻ അടുത്തത്? മിമിക്രി രംഗത്തിലൂടെ കടന്നു വന്ന നമ്മുടെ സംവിധായകൻ ഡയറക്ടർ സിദ്ദിഖ് സാറിന്റെ അദ്ദേഹത്തിന്റെ ഒരു ജഡ്ജ്മെന്റ് ആണ്. അപ്പോ സുരാജ് ഏട്ടനും ഇടക്കേറും, ഉർവശി ചേച്ചി ഇടക്കേറും. അതെ, നിങ്ങൾ ചെയ്ത സ്കിറ്റ് വളരെയധികം നന്നായിരുന്നു. കാരണം നിങ്ങളുടെ വരവിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് കൗണ്ടർ ഇടയ്ക്കിടയ്ക്ക് മിസ്. അതെ അതെ, സുരാജ് പറഞ്ഞതും കറക്റ്റാണ്, ഉർവശി പറഞ്ഞതും കറക്റ്റാണ്. ഞാൻ പറയുന്നത് മാത്രം ഈയിടെയായിട്ട് കറക്റ്റ് അല്ല. ഇനി ബാബു നമ്പൂതിരിയുടെ സൗണ്ട് എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകളും ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സത്യത്തിൽ പൊറോട്ട എന്ന് കേൾക്കുമ്പോ തന്നെ മൈദ കൊണ്ട് അടിച്ചുപടുത്തുണ്ടാക്കി സൗണ്ട്. പകൽപൂരം എന്ന് പറയുന്ന സിനിമയില് അദ്ദേഹത്തിന്റെ ആ ഒരു യക്ഷയായിട്ടുള്ള ക്ലൈമാക്സ് സീനിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രായത്തിന്റെ ഒരു വെച്ച് സൗണ്ടിന് ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു യക്ഷയായിട്ടുള്ളായിരുന്നു. അവൻ ഉണരില്ല, ഞാൻ ആ പാലിൽ കലക്കിയിരിക്കുന്ന ഗൗരവനക്കുരുവിന്റെ നീരിന് എങ്ങനെ ഒരു ഉന്മാദാവസ്ഥ സൃഷ്ടിക്കുവാൻ കഴിയും? സൂര്യമംഗലത്തെ സൂര്യദത്തൻ നമ്പൂതിരി നിത്യബ്രഹ്മചാരിയാണെന്ന് കരുതിയെങ്കിൽ നിനക്ക് തെറ്റിയടി. 16-ാം വയസ്സിൽ കുളക്കടവിൽ ചത്തുപൊങ്ങിയ വേലക്കാരി നങ്ങേലി മുതൽ ഒരുപാടുണ്ട് സൂര്യ നമ്പൂതിരിക്ക് കഥകൾ. ഇപ്പോഴും ആ കരുത്തിന് കറവൊന്നും സംഭവിച്ചിട്ടില്ലടി. നല്ല ഒബ്സർവേഷൻ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടത് നല്ല ഒബ്സർവേഷൻ ആണ്. ഇപ്പം അദ്ദേഹത്തിന്റെ പ്രായം ചെന്ന സമയത്തേക്ക് അദ്ദേഹത്തിന്റെ സൗണ്ടിലുണ്ടായ വ്യത്യാസം, അതും പകൽപൂരം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞപ്പോൾ അത് ഏതാ ഡയലോഗ് എന്നൊക്കെ ഓർത്തു. പക്ഷെ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെയാണ് ജാഫ്രിഡിക്ക് അദ്ദേഹത്തിന്റെ ആദ്യം സീരിയലിലൂടെയും സ്കിറ്റുകളൊക്കെ കണ്ട ശബ്ദങ്ങൾ എല്ലാവരും മിമിക്രി ആർട്ടിസ്റ്റുകൾ അതിൽ വെച്ച ഒരു വെറൈറ്റി. മകേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന സിനിമയില് അച്ഛൻ ക്യാരക്ടർ ചെയ്തപ്പോൾ ശബ്ദം. മോളെ കൊറിയച്ചൻ ചോദിച്ചു മോൾക്കൊരു കല്യാണാലോചന കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞു മോളോട് ചോദിച്ചിട്ട് പറയാണ്. ചെറുക്കൻ കാനഡയിലെ നേഴ്സാ. കുമ്പിളപ്പൊന്നും ഇവിടെ നടക്കണോ അതോ ലോകം മൊത്തം കറങ്ങി കാണണോ? മോൾ ആലോചിക്ക്.
ചാച്ചനേക്കാളും വിദ്യാഭ്യാസവും ലോകപരിചയം ഒക്കെ മോൾക്കുണ്ട്. മോൾ ആലോചിക്കും. അടിപൊളി അടിപൊളി. അപ്പോൾ അതേപോലെ തന്നെ സിദ്ദിഖ് സാറിനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ആ കോളം പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ലാൽ സാർ കൂടെ വന്നാലേ നമുക്ക് ശരിയാവത്തുള്ളൂ. അപ്പോൾ അത് ലാൽ സാറിൻ്റെ ആ സൗണ്ട് കൂടി. അപ്പാടെ വീട്ടിൽ കയറി സമ്മതം ചോദിക്കാനുള്ള യോഗ്യതയെന്ന് പറയാം. പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സ് കണ്ടപ്പോൾ എൻ്റെ എത്ര വലിയ ഡോക്ടറാണെങ്കിലും ഞാൻ പറഞ്ഞാൽ കേൾക്കും. എനിക്ക് ഗ്ലാബറിലെന്നൊക്കെ ഞാൻ പറയും. അത് കേട്ട് ഒലത്തമ്മ പമ്പേ. അപ്പോൾ ഈ ചേർത്തലക്കാരനായ ഞങ്ങളുടെ നാട്ടുകാരനായ അനൂപ് ചന്ദ്രൻ. അളിയ ബികോമിന് പഠിക്കുന്ന സുഷമ്മ ഞാൻ തമ്മി പ്രേമത്തില. നാളെ അവളുടെ കല്യാണമാ. ഇച്ചായനകത്തിന് ഈ അപ്പച്ചന് കള്ളു മേടിച്ചു കൊടുത്ത് ചീത്തയാക്കുന്നേ. എന്നെ വേണേ ചീത്തയാക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. ജീവൻ നമുക്ക് വേണ്ടി തന്ന ഈ ഒരു ട്രീറ്റ് എങ്ങനെയുണ്ടായിരുന്നു? ഗംഭീരമായിട്ടുണ്ടായിരുന്നു അല്ലേ? വെരി ഗുഡ് പെർഫോമൻസ് ജീവൻ. നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റുകളോട് ചോദിക്കാം. ജീവൻ ഒരു വലിയ എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആർട്ടിസ്റ്റിന്റെ അതേ ഫീലോടുകൂടി തന്നെയാണ് ജീവൻ ഇത് ചെയ്യുന്നത്. ഉല്ലാസേട്ടാ, നല്ല ശബ്ദമാണ്, നല്ല ശബ്ദത്തിൻ്റെ ഉടമയാണ്, നല്ല ബേസ് ശബ്ദത്തിൽ. ഈ നല്ല ശബ്ദം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സൂയാണ് ഇങ്ങനെയുള്ള ടീമുകളുടെ. എൻ്റെ ചെറിയ സൗണ്ട് കീ എന്നുള്ള സൗണ്ട് എൻ്റെ അപ്പോൾ ഈ വലിയ സൗണ്ട് കേൾക്കുന്നവർ നല്ല ശബ്ദമുള്ള ഭയങ്കര ഇഷ്ടമായിരിക്കും. സൂപ്പറായിരുന്നു. എല്ലാം നല്ലപോലെ എല്ലാ സൗണ്ടും നന്നായിട്ടാണ് ചെയ്തത്. പിന്നെ ബാബു നമ്പൂരി സാറിൻ്റെ ശബ്ദം ഈ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ട് എല്ലാവരും സത്യത്തിൽ അങ്ങനെ ഒരു രീതി മോഡുലേഷനിലാണ് എല്ലാ ചെയ്യാറുള്ളത്. ഇത് കുറച്ചുകൂടെ ഹൈ ആയിട്ടുള്ള ആ പിച്ചിൽ ചെയ്തു. അതെല്ലാം നന്നായിട്ടിരുന്നു. എല്ലാ സ്റ്റാറും നന്നായിരുന്നു. ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. വെറൈറ്റി ആയിരുന്നു. ഒരുപാട് ഉയരങ്ങളിലെത്തും. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ കഠിനാധ്വാനം, പ്രാക്ടീസ് ചെയ്യുക. മേളിയിരിക്കുന്നവരെല്ലാം കാണുന്നുണ്ട്, രക്ഷപ്പെടും. ഓക്കെ, വളരെ സന്തോഷം. ഓക്കെ ജീവൻ, സോ താങ്ക് യു സോ മച്ച്. അപ്പം നമുക്ക് വീണ്ടും കാണണം. തീർച്ചയായും. താങ്ക് യു.